നമ്മുടെ അറിവിനായിട്ടും നമ്മൾ സൂക്ഷിക്കേണ്ടതിനും നമ്മൾ ക്രമീകരിക്കുമ്പോൾ നമ്മൾക്ക് ദൈവം തരുന്നതായ അനുഗ്രഹത്തെക്കുറിച്ചും വചനത്തിൽ കൂടെ നമ്മൾ ധ്യാനിക്കാനായി പോയി. വെളിപ്പാട് പുസ്തകത്തിലേക്ക് ആദ്യമായിട്ട് നീങ്ങുക. ഞാൻ പറഞ്ഞ 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തൊയ്ത്തേരിയയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെ. സ്പിരിച്വൽ വാർഫെയർ എന്നുള്ളതായ ഒരു സബ്ജക്റ്റ് മണിക്കൂറുകളിൽ നിന്ന് സംസാരിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞതായ വിഷയം സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നത് ആത്മീയ ഗോളത്തിൽ വേദപണ്ഡിതാക്കൾ അപ്പോൾ തന്നെ അനുഭവം അതിൽ കൂടെ പ്രാപിച്ചവർ പ്രസംഗിച്ചിട്ടുള്ളതായ പഠിപ്പിച്ചിട്ടുള്ളതായ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ സാത്താന്റെ ആഴങ്ങൾ എന്ന് പറയുമ്പോൾ സാത്താൻ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങൾക്ക് മാനുഷിക ദൃഷ്ടിയിൽ അറിവിൽ ഗ്രഹിപ്പാൻ കഴിയാത്ത വിധത്തിൽ ഒരുപാട് ആഴങ്ങൾ അതിനുണ്ട്. വളരെ വ്യക്തമായിട്ട് ശാന്തമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. സാത്താന് അവന്റെ പദ്ധതികൾ മനുഷ്യൻ തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം ആഴങ്ങളുള്ളതാണ്. പലപ്പോഴും മനുഷ്യൻ തട്ടി വീഴുന്നത്, രാത്രിയിലോ പകലോ നടക്കുമ്പോൾ തട്ടി വീഴുന്നത് വലിയ പാറ കഷ്ണങ്ങളെ തട്ടിയല്ല. മനുഷ്യൻ തട്ടി വീഴുന്നത് ചെറിയ പാറ കഷ്ണങ്ങളെ. വലിയ വിഷയങ്ങളെ നമ്മൾ ജയിക്കുമെന്ന് വളരെ ശാന്തമായിട്ട് വിശ്വസിച്ചു. പക്ഷേ ഇതൊരു കെണിയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ചില കല്ലുകളെ, ചില മുള്ളുകളെ, ചില കുഴികളെ പിശാച് മനുഷ്യന്റെ മുമ്പിൽ ഒരുക്കി വെക്കും. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ വഴി എന്നെ അറിയിക്കണം. രണ്ടാമത്തെ പ്രാർത്ഥന, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരണം. മൂന്നാമത്തേത്, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ വരുന്നില്ല എങ്കിൽ അയക്കണം. നാലാമത്തേത്, നിന്റെ മഹത്വം എന്നെ കാണിക്കണം. ഈ ഭക്തൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്തായിരിക്കും? തൻ്റെ അനുഭവത്തിൽ കൂടെ താൻ ഗ്രഹിച്ചിട്ടുള്ള യാതൊരു വഴിയിൽ കൂടെയും 25 ലക്ഷം ജനങ്ങളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്ത് ചെല്ലാൻ അവരുടെ നേതൃത്വത്തിനുള്ളതായ അറിവ് ഈ ശ്രേഷ്ഠനായ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായിരുന്ന മോശയ്ക്ക് ഇല്ല എന്ന് ഉള്ള തിരിച്ചറിവ് ആർക്കുണ്ടായി? മോശ. 2 കൊരിന്ത്യർ 2:11 തോൽപ്പിക്കരുത്. സാത്താൻ നമ്മളെ 11-ാം വാക്യമാണോ? 11-ാം വാക്യം. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഇവിടെ പറയുന്ന ഒരു വിഷയം നോക്കി വളരെ ശാന്തമായിട്ട് ഞാൻ നമ്മൾ തിരിച്ചറിയാനും നമ്മൾ രക്ഷപ്പെടാനും വല്ല വിധേയം ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം ശാന്തമായി ഞാൻ ഉൾപ്പെടെ നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കണം. അടുത്തത് എന്താ പറഞ്ഞേ? തന്ത്രങ്ങളെ നിങ്ങൾ. അപ്പം
തന്ത്രപരമായിട്ടല്ലെങ്കിൽ നമ്മൾ അവനെ ജയിക്കുമെന്ന് അവനറിയാം. 2 പത്രോസ് 5:8 തോന്നുന്നു അവിടെ ഇങ്ങനെ. അത് 1 പത്രോസ് ഇങ്ങനെ, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് ചുറ്റി നടക്കുന്നു. വേറൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ഇനി ഓർമ്മ ശരിയാണെങ്കിൽ കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അവൻ സാത്താൻ താനും വെളിച്ച ദൂതന്റെ. നമ്മുടെ രാജ്യങ്ങളിലൊക്കെ പിശാച് വെളിച്ച ദൂതന്റെ വേഷത്തിലാണോ? ഗർജിക്കുന്ന സിംഹമാണോ? ഗർജിക്കുന്ന സിംഹമാണ്. ശരിയല്ലേ? നമ്മൾ പറയും സുവിശേഷ വിരോധികൾ അവരുണ്ട്, അല്ലേ? ഗർജിക്കുന്ന സിംഹമാണ്. എന്നാൽ ഇവിടെ ഉണ്ടോ? ഇവിടെ എങ്ങനെയാ? വെളിച്ച ദൂതന്റെ വേഷം. ശാന്തമായി നമ്മുടെ മനസ്സിലത് കയറണം. പിശാചിനറിയാം നമ്മുടെ നാട്ടിൽ വെളിച്ച ദൂതന്റെ വേഷം കൊണ്ട് കാര്യം നടക്കത്തില്ല. എന്നാൽ ഇക്കാലത്ത് അത് സംഭവിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. കാലം മാറിയപ്പോൾ ചെറിയ അതിന്റെ രൂപഭംഗി മാറി തുടങ്ങി. ഒരു കാലഘട്ടത്തിൽ, നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിൽ കേരളക്കരയിലോ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇതിന് ചില വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒറീസയിലൊക്കെ നടന്നത് എങ്ങനെയാ? വെളിച്ച ദൂതന്റെ വേഷമാണോ? ഗർജിക്കുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് നടക്കും. ഇവിടെ അങ്ങനല്ല. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവം, 2 കാര്യങ്ങൾ ഈ രാജ്യത്ത് അനുവദനീയമല്ല. 1, പൊളിറ്റിക്സ് പൊതുവിൽ സംസാരിപ്പാൻ. 2, റിലീജിയസ് വിഷയങ്ങൾ പൊതുവിൽ സംസാരിപ്പാൻ അധികാരമില്ല. യേശുവിനെ കുറിച്ച് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ എന്റെ മുഖത്തോട് നോക്കി പറഞ്ഞു, 2 വിഷയങ്ങൾ ഈ രാജ്യത്ത് വിലക്കപ്പെട്ടതാണ്. 1, ഒരു മനുഷ്യന്റെ വിശ്വാസം നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്നത് ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ടിരിക്കുന്നു. 2, രാഷ്ട്രീയം. ഈ രാജ്യത്ത് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളതായ വെളിച്ച ദൂതന്റെ വേഷത്തിൽ പിശാച് വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു. ശരിയല്ലേ? വലിയ കല്ലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒഴിഞ്ഞു പോകും. കയ്യിൽ വേദപുസ്തകം പിടിക്കാമെന്ന് ആർക്കും സ്വാതന്ത്ര്യം കൊടുക്കപ്പെട്ട ക്രിസ്തീയ രാജ്യത്ത് നിയമങ്ങൾ മാറി വരുന്നു. ഈ രാജ്യത്ത് നാളത്തെ നിയമം എന്താണെന്ന് നമ്മൾ അറിയില്ല. അപ്പൊ പിശാച് വളരെ ശാന്തമായി പ്രശ്നമൊന്നും ഇല്ലാത്ത നിലവാരത്തിൽ കൊണ്ടുവന്ന് കല്ലവിടെ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിനപ്പുറം പോയാൽ നീ അറിയാതെ തട്ടി വീണുകൊള്ളും. സ്തോത്രം. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കും. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ, ഞാൻ പറഞ്ഞതിന്റെ കാര്യം, അവൻ ഉണ്ട്, അത് യാഥാർത്ഥ്യമാണ്. വചനം പറയുന്നു, സാത്താൻ നിങ്ങളെ ഭൂമിയിൽ മനസാക്ഷി എന്ന് പറയുന്നത് ലെവലേശം തൊട്ട് തീണ്ടാത്ത ഒരുവനുണ്ടെങ്കിൽ അവനാണ്. മനസാക്ഷി എന്ന് പറഞ്ഞാൽ ഒരല്പം പോലും മനസാക്ഷിയില്ല, ഒരല്പം പോലും കരുണ കാണിക്കാത്ത, അല്പം പോലും ദയയില്ലാത്ത ഒരുവൻ ഉണ്ടെങ്കിൽ പിശാച് മാത്രം. സ്തോത്രം. അവന്റെ തന്ത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിയിൽ ഒരിക്കലും എത്താത്ത വിധത്തിലുള്ളതാണ്. ഒരിക്കലും എത്താൻ കഴിയാത്ത വിധത്തിലാണ്. നിങ്ങൾ കണ്ടായിരുന്നോ ഈ കഴിഞ്ഞ ദിവസം ഇറാനിൽ ഇവിടെ നടന്നായ ഞാനൊരു വീഡിയോ കണ്ടു, ഈ ഫേസ്ബുക്കിൽ കിട്ടുന്ന വീഡിയോ. കുഞ്ഞുങ്ങളെ കാലിൽ പിടിച്ച് എങ്ങനെയാ പറ്റുന്നത്? എങ്ങനെയാ ചെയ്യാൻ പറ്റില്ല? നിങ്ങൾ കണ്ടായിരുന്നോ? കുഞ്ഞുങ്ങളെ കാലിൽ പിടിച്ചിട്ട് കല്ലടി.
എങ്ങനെ നടക്കുന്നത്? നമുക്കെല്ലാം കുഞ്ഞുങ്ങളുള്ളത്, ഈ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ടൊന്ന് ചിന്തിച്ചു, ഇതിനെ നിലത്തിടാൻ പറ്റുമോ? ഇതിനെ നിലത്തിടാൻ പറ്റുമോ? ഇതിനെ ഒന്ന് അടിക്കാൻ ഓങ്ങിയാലും പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും, ഇതിന് അടിക്കാൻ പറ്റത്തില്ലോ, ഇത് കൊച്ചു, ഇതിനെ താങ്ങാൻ കഴിയത്തില്ലോ. നേരത്തെ നമ്മൾ പോലും ചെയ്തില്ല. ഇതിനെ കയ്യിലെടുത്ത് കാലെ പിടിച്ച് നിലത്ത് അടിക്കുക എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തി എന്തായിരിക്കും? അലറുന്ന സിംഹം പോലെ പിശാച് അവിടെ. ഇവിടെ പിശാച് കുഞ്ഞുങ്ങളെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു കാര്യം പറയാമേ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞ ഒരു മർമ്മം പറയാം. ചെറുതോടിയുള്ള ഒരു കുടുംബമാണ്. അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ ദൈവം 2 കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ട്. അതിലൊരു കുഞ്ഞ്, ആ കുഞ്ഞ് പ്രത്യേകമായ രീതിയിൽ ആ കുഞ്ഞ് ആക്ട് ചെയ്യുന്നു. പ്രത്യേകമായ നിലവാരത്തിലെ കുഞ്ഞ് ആക്ട് ചെയ്യുന്നു. പരിശോധിച്ച് വന്നപ്പം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഡോക്ടർ ചോദിച്ച് കാര്യങ്ങളെല്ലാം വിവരമായിട്ട് എടുത്തപ്പോൾ കുഞ്ഞ് ഇരിക്കുന്ന സമയത്തൊക്കെ കാണിക്കുക ശബ്ദം ഉണ്ടാക്കുന്ന വല്ലാത്ത രീതിയിലെല്ലാം വയ്യാതായി. 4 വയസ്സ് കാണാം. ഇന്ന് ആ കുഞ്ഞിന് 4 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സിൽ കൂടുതൽ കാണാൻ സാധ്യതയില്ല. പരിശോധിച്ച് വന്നപ്പം എങ്ങനെയാ ഈ കുഞ്ഞിൻ്റെതായ രീതികൾ, ഇവരുടേതായ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ, രാത്രി മുഴുവൻ അപ്പൻ ജോലി. ശ്രദ്ധിക്കണേ, പിതാവ് രാത്രി മുഴുവൻ ജോലി, അമ്മ രാവിലെ മുഴുവൻ ജോലി. ഈ കുഞ്ഞിനെ ശാന്തമാക്കിയിരുത്താൻ, ഒന്ന് പൊടിക്കുഞ്ഞ, കൈക്കുഞ്ഞ, മൂത്ത കുഞ്ഞ് 4 വയസ്സ്, ഈ കുഞ്ഞിനെ ശാന്തമാക്കിയിരുത്താൻ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നറിയാമോ? ടെലിവിഷൻ, വലിയ സ്ക്രീൻ, വലിയ 36 ഇഞ്ചിൻ്റെയോ വലിയൊരു സ്ക്രീൻ ടെലിവിഷൻ, നല്ല ധനാഢ്യരായ ഒരു കുടുംബമാണ്. വലിയൊരു ടെലിവിഷൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ടെലിവിഷന്റെ മുമ്പിൽ കുഞ്ഞിനെ ഇരുത്തിയിട്ട് ഇവരെത്തി ഉപയോഗിച്ചാൽ ഇവരുടേതായ കാര്യങ്ങൾ ഉറങ്ങുന്ന സമയം മുഴുവൻ അപ്പന് ഉറങ്ങുന്ന സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞിനെ ഇതിന് മുന്നിലിരുത്തിയില്ല. അപ്പോൾ ഈ കുഞ്ഞ് ശാന്തമായിട്ട് പാലൊക്കെ കുടിച്ചിട്ട് അവിടെ തന്നെ സോഫയിൽ കിടന്നുറങ്ങും. എഴുന്നേറ്റ് കഴിയുന്നുറങ്ങി ഒരു സമയം എഴുന്നേറ്റ് വന്ന കാര്യങ്ങൾ അപ്പം നോക്കും. പിന്നെ വൈകിട്ടാകുമ്പോഴത്തേനെ അമ്മ വരും. അങ്ങനെ കാര്യങ്ങൾ നീങ്ങും. ഡോക്ടർ പരിശോധിച്ച് വന്നപ്പോൾ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ ആരാഞ്ഞു വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ, ഞാൻ അന്ന് മുതൽ അറിഞ്ഞ നിമിഷം എന്തെങ്കിലും കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച വീട്ടിലെ ടെലിവിഷൻ പരിപാടി നടത്തി. അതിന് കാരണമാണ് ഞാൻ പറഞ്ഞു വന്നപ്പോൾ 4 വയസ്സായി കിൻഡർ ഗാർഡനിൽ പോകാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഈ കുഞ്ഞിനെ രാവിലെ മുതൽ അടുത്ത മണിക്കൂറുകൾ, നീണ്ട മണിക്കൂറുകൾ ഈ കുഞ്ഞ് ടെലിവിഷനിൽ കൊണ്ടിരിക്കുന്നത്. ഈ കുഞ്ഞിനെ ഇതിനകത്ത് കാണുന്ന മുഴുവൻ കാര്യങ്ങളും ഈ കുഞ്ഞിന്റെ നമ്മളൊരു സിനിമ കാണുകയാണെന്നിരിക്കട്ടെ, നമ്മളൊരു കാർട്ടൂൺ കാണുകയാണെന്നിരിക്കട്ടെ, നമ്മൾ എങ്ങനെ കാണുന്നത്? അത് കണ്ടു ഒരു പൂച്ച കാണുന്നു, ഒരു പട്ടി കാണുന്നു, ഒരു മിക്കി മൗസ് കാണുന്നു. അതിനേക്കാളും കൂടുതൽ നമ്മളെടുക്കും. ഇല്ല, ഇവര് ഡോക്ടർ പറയുക, ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഇവരെന്നെ കയറി ചെല്ലും. എങ്ങനെയാ? മനസ്സുകൊണ്ട്. ഇവരുടെ ലോകം മുഴുവൻ പിന്നെ എന്തായി മാറിയ ഈ പൂച്ച, ഈ പട്ടി, ഈ കിളി, ഇതെല്ലാം ഇതായി മാറിയ. ഹൊറർ മൂവീസ് കാണുന്ന വീടുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു, ഹൊറർ മൂവീസ് കാണുന്ന കുഞ്ഞുങ്ങൾ ബാധിക്കപ്പെടും. ഹൊറർ മൂവീസ് കാണുന്ന കുഞ്ഞുങ്ങൾ ബാധിക്കപ്പെടും. ഇങ്ങനെ നീണ്ട ഒരു ലിസ്റ്റ് ഈ ഡോക്ടർ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ, നല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നല്ല ഹൈ സ്റ്റാൻഡേർഡ് ജീവിത നിലവാരവും എല്ലാ കാര്യങ്ങളും. ഈ ഒരു വിഷയത്തിൽ 2 പേരും തോറ്റുപോയി. നിങ്ങൾ ശ്രദ്ധിക്കുന്ന തരത്തിൽ എന്നെ വീഡിയോയിൽ കാണിച്ചു, വീഡിയോ എടുത്ത് തന്നെ കാണിച്ചു. ആ 4 വയസ്സുള്ള
ആൺകുഞ്ഞ് അവനിരുന്നോണ്ട് കാര്യം ഇതിനകത്ത് എന്തെല്ലാം നടക്കുമോ അത് മുഴുവൻ ആ ലോകത്താണ് അവന്റെ സംസാരം എല്ലാം അവനെ കാണാം. എനിക്കിത് മനസ്സിലായപ്പോൾ ഞാനൊരു കാര്യം വീട്ടിൽ പറഞ്ഞു, ഒരു കാരണവശാലും ഒരു അരമണിക്കൂർ കണ്ടോട്ടെ ടി വി, അതിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ടി വിയുടെ മുമ്പിൽ ഇരിക്കരുത്. മാതാപിതാക്കളാകുന്ന നിങ്ങളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ എൻ്റെ കൂടപ്പുറപ്പുകളെ പോലെ, എൻ്റെ കുടുംബത്തിൽ ജനിച്ചു വളർന്ന സഹോദരങ്ങളെ പോലെ ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ വാസ്തവമായി നാം സ്നേഹിക്കുന്നുണ്ട്. ടെലിവിഷന്റെ മുമ്പിലോ കമ്പ്യൂട്ടറിന്റെ മുമ്പിലോ മൊബൈൽ ഫോൺ പോലും, ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതുകൂടെ നടത്തി, മൊബൈൽ ഫോണിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സമയം സ്പെൻഡ് ചെയ്താൽ അവർ മുഴുവൻ അവരുടെ മനസ്സ് അതിനകത്ത് ചെന്ന് കയറും. അവരെ അതിനകത്തുള്ള പുറത്തെടുക്കാൻ കഴിയത്തില്ല. അവരുടെ ബുദ്ധിമണ്ഡലം മുഴുവൻ ബാധിക്കപ്പെടും. അവരുടെ ബുദ്ധിയെ പിശാച് കവർന്നെടുക്കും. ഒരു മൂടുപടം ഇട്ടതുപോലെ അവരുടെ ബുദ്ധിമണ്ഡലത്തെ പിശാച് എടുക്കും. ഞാൻ പറയുന്നത് വളരെ ശാന്തമായിട്ട് ഗ്രഹിക്കണം. നിങ്ങളെ മനഃപൂർവ്വമായി ഹൃദയം തുറന്ന് ഞാൻ സ്നേഹിക്കുന്നത് പറയാം. ഒരു പുതപ്പ്, ഒരു കർച്ചീഫ് എടുത്ത് ഈ കർച്ചീഫ് എടുത്ത് ഞാൻ ഇതിന്റെ മുകളിൽ വിരിച്ചപ്പോൾ ശ്രദ്ധിച്ച് സൗരങ്ങളെ നോക്കി. ഈ കർച്ചീഫ് ഞാൻ എടുത്ത് ഈ സ്റ്റാൻഡിന്റെ മുകളിൽ വിരിച്ചപ്പോൾ എങ്ങനെ ഇതിരിക്കുന്നു അതുപോലെ തന്നെ ബുദ്ധിമണ്ഡലത്തെ പിശാച് തന്നെ പുറപ്പണിയിക്കും. ഇത് ശാസിച്ചാൽ പോകത്തില്ല, ഉപവാസം ഇരുന്നാൽ പോകത്തില്ല, മത്സിച്ചാൽ പോകത്തില്ല, എന്ത് ചെയ്താലും പോകത്തില്ല. ഇത് കാലക്രമേണ വന്നതായത് മനസ്സിലാകുന്നുണ്ടോ? കാലക്രമേണ വന്നതാണ്. പരിശുദ്ധാത്മാവ് പലപ്പോഴും നമ്മളോട് ബുദ്ധി ഉപദേശിക്കും. പെട്ടെന്ന് കൊണ്ട് പിശാച് ബോധപ്പെടത്തില്ല. അവന്റെ സമയമെടുത്ത് നമ്മൾ അനുവദിക്കുന്നതിനനുസരിച്ച് അവൻ കൊണ്ടുപോകത്തിടും. അവന്റെ വലയിടുന്നു, അവന്റെ പുതപ്പിടുന്നു. ഇതിട്ട് കഴിഞ്ഞാൽ പ്രായമുള്ളവരെ തന്നെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാണേ, പ്രായമുള്ളവരെ തന്നെ ഇപ്പം എല്ലാ കാര്യങ്ങളിലും വളരെ ഗൗരവമായിട്ട് നമ്മൾ അത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ ഇപ്പം ഞാൻ ഇതിനോടൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. പോസിറ്റീവായിട്ട് എടുക്കാം. കാരണം ഈ ബുദ്ധിയെ പിശാച് എന്തോ ചെയ്യാൻ നോക്കിയാൽ എന്ത് ചെയ്യാ? പരമാവധി ഹൃദയം തുറന്ന് ഞാൻ സംസാരിക്കുക, തെറ്റിദ്ധരിക്കരുത്. സുവിശേഷത്തെ കുറിച്ച് ഈ വ്യക്തിയോട് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് മനസ്സിലാകത്തില്ല. ശാപത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നരകത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എത്രമാത്രം സ്നേഹത്തോട് പറഞ്ഞാലും ശാസനയോട് പറഞ്ഞാലും എത്ര പറഞ്ഞാലും ഈ ഉള്ളത്തിൽ ഈ ബുദ്ധിയിൽ ഈ വ്യക്തിക്കുള്ളിൽ ഇത് കേറത്തില്ല. അതിന്റെ ഒന്നാമത്തെ കാരണം എന്നറിയോ? പിശാച് കാലക്രമേണ ഈ ബുദ്ധിമണ്ഡലത്തിൽ അവന്റെ പുതപ്പ് വിരിച്ചു കളയും. സ്തോത്രം. വളരെ ഗൗരവമായ ഒരു വിഷയം, വളരെ ഗൗരവമായ ഒരു വിഷയം. 109 സങ്കീർത്തനം. പിശാചിന്റെ ആ തന്ത്രം നോക്കി. അവൻ ദയ കാണിപ്പാൻ മറന്നു കളഞ്ഞുവല്ലോ. എളിയവനെയും ദരിദ്രനെയും മനം തകർന്നവനെയും മരണപര്യന്തം ഉപദ്രവിച്ചു.
ശാപം അവന് പ്രിയമായിരുന്നു. ശാപം അവന് പ്രിയമായിരുന്നു. ഇപ്പൊ ഈ ഒരു വ്യക്തിയോട്, ഇപ്പം ഈ ഒരു വ്യക്തി, ഇപ്പൊ ഞാനായിക്കൊള്ളട്ടെ, ഭൂമി ആരായിക്കൊള്ളട്ടെ, ശാപം എന്നൊരു വാക്ക് പറയുമ്പോൾ, നരകം എന്നൊരു വാക്ക് പറയുമ്പോൾ ഈ വ്യക്തിക്ക് അതിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഇവിടെ പറയുന്നു ശാപം അവന് പ്രിയമായി. ശാപം അവന് പ്രിയമായി എന്ന് പറഞ്ഞാൽ ഈ 3 പടം അവന്റെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു വീഴാൻ തക്കവണ്ണം ആ വ്യക്തിക്ക് എന്തായി? ശാപം പ്രിയമായിരുന്നു. അത് അവന് ഭവിച്ചു. അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു. അനുഗ്രഹം അവന് എന്ന് പറഞ്ഞാൽ, അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞാൽ ആ വ്യക്തിക്ക് എന്തില്ല? താല്പര്യമില്ല. അത് താല്പര്യമില്ല എന്നല്ല, അത് ബുദ്ധിയിലേക്ക് കേറുന്നില്ല. താല്പര്യമില്ല, അത് മനസ്സിലേക്ക് കേറുന്നില്ല. അതിന്റെ പ്രയോജനത്തെ കുറിച്ചും അതിന്റെ നന്മയെ കുറിച്ചും അത് പ്രാപിച്ചില്ലെങ്കിലുള്ള തിന്മയെ കുറിച്ചും ഈ വ്യക്തിയുടെ ഉള്ളിൽ അത് കേറുന്നില്ല. അപ്പം ശാപം അവന് പ്രിയമായിരുന്നു, അതവന് ഭവിച്ചു. അടുത്തത് അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അത് അവനെ വിട്ടു അകന്നു പോയി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, രഹസ്യമായിട്ട് ഞാൻ ചോദിച്ചോട്ടെ, അല്ലെ പരസ്യമായിട്ട് രഹസ്യത്തിലുള്ള ഒരു വിഷയം ചോദിച്ചോട്ടെ. പുറത്തു പറയാൻ കഴിയാത്ത പല വിഷയങ്ങളും ചിലപ്പോൾ ശാരീരികമായി, മാനസികമായി ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടാവും. പുറത്തു പറയാൻ കഴിയാത്ത ശാരീരിക അസ്വസ്ഥതകൾ, മാനസിക അസ്വസ്ഥതകൾ. എങ്ങനെയായിരിക്കും ഇത് വന്നു കയറി? അടുത്തോട്ട് നോക്കി. അവൻ വസ്ത്രം പോലെ ശാപം ധരിച്ചു. ഇപ്പൊ നോക്കി, ശാപം എങ്ങനെയാണ് കിടക്കുന്നത്? ഈ വ്യക്തിയുടെ മേൽ ഇപ്പൊ എന്ത് കിടക്കുക? ശാപം എങ്ങനെയാ കിടക്കുന്നത്? വസ്ത്രം പോലെ കിടക്കുക. അടുത്തത്, അത് വെള്ളം പോലെ അവന്റെ ഉള്ളിലും എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും ചെന്നു. മുഖ്യമായ വിഷയം, വെള്ളം പോലെ ഉള്ളിൽ ചെന്നു, എണ്ണ പോലെ. എണ്ണയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താ? കഴുകിയാൽ പോകത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ശാസിച്ചാലും പൽസിച്ചാലും, ഇതിന് ഉപവാസം ഇരുന്നാലും ഒന്നും എന്ത് ചെയ്തില്ല, ഇത് പോകത്തില്ല. എണ്ണ കഴുകിയാലും എണ്ണമയം അതിൽ ഒരു പരിധി വരെ വന്നു. കാലക്രമേണ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. കാരണം എന്നാ? ശാപം അവന് പ്രിയമായിരുന്നു. സ്തോത്രം. അറിയാതെയാണോ ഇത് വന്നത്? അല്ല, ആഗ്രഹിച്ചു വന്നതാ. അത് കുഴപ്പമില്ല എന്ന് ചിന്തിച്ചത് കൊണ്ട് വന്നതാ. അത് മനസ്സിലാക്കാൻ കഴിയാതെ ബുദ്ധിയെ പിശാച് ബന്ധിച്ചു കളഞ്ഞത് കൊണ്ട്, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയാതെ വന്നപ്പോ പിശാച് ശാപത്തിന്റെ പുതപ്പ് കൊണ്ടുവന്ന് മേളിലിട്ടു. അത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? ശരീരത്തിൽ വെള്ളം പോലെ ഇതൊക്കെ കൂടി. മൂന്നാമത്തേത്, എവിടെ എണ്ണ പോലെ കൂടി? അസ്ഥികൾ. വളരെ ഗൗരവമായി ദൈവസഭ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അസ്ഥികളിൽ ഇത് എണ്ണ പോലെ. ഇത് തൂത്താൽ പോകത്തില്ല, പെട്ടെന്ന് കഴിയാൻ പോകത്തില്ല. ഇതിന് പ്രായശ്ചിത്തം കർത്താവായ യേശുവിന്റെ രക്തം മാത്രമേ ഉള്ളൂ. Praise the Lord. അതിന്റെ എന്തുകൊണ്ടാണെന്ന് നോക്കി. അവൻ എളിയവനെയും ദയ കാണിപ്പാൻ മറന്നല്ലോ. രണ്ടാമത്, എളിയവനെയും ദരിദ്രനെയും മനം തകർന്നവനെയും കാര്യം പറയട്ടെ, നടന്നു പോവാ. ഞാൻ നോക്കിയാണ് കൊച്ചിങ്ങനെ ആടിപ്പാടി സന്തോഷത്തോട് വരിക. ഞാൻ കാലം വെച്ചു കൊടുത്തു. കൊച്ചു കുഞ്ഞാ, ഈ കുഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് നൊന്തു പറയാ, മകളെ ചുമ്പം വരികയില്ല.
ശുഭം വരിക എന്ന് ആ കുഞ്ഞ് എന്നെ നോക്കി പറഞ്ഞാൽ നല്ലൊന്നരം കേട്ട എൻ്റെ ജീവിതത്തിൽ വന്നു. അവൻ രക്ഷിക്കപ്പെട്ടവനല്ല, അവൻ രക്ഷിക്കപ്പെട്ടവന്റെ തലമുറയല്ല, ആരുമല്ല. അവൻ മനസ്സ് തകർന്ന് എന്നെ നോക്കി പറയുക, അല്ലേ, എൻ്റെ മനസ്സും നൊന്തു, എൻ്റെ ശരീരവും നൊന്തു, ഇതിന് വാങ്ങിക്കും നിശ്ചയമെന്ന് അവൻ വാവുമെന്ന് പറഞ്ഞോ. ഞാൻ അതിന് ഒന്നാം തരം കെട്ടപ്പെട്ടു പോയി. കാര്യം മനസ്സിലാവും. മനം തകർന്നവൻ ഗൗരവമേറിയ വിഷയമാണ്. ആരെയും വേദനിപ്പിക്കാനോ ആരെയും മുറിവേൽപ്പിക്കാനോ പറയുന്ന സംഗതിയല്ല ഇത്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും പറയാനില്ല. ഇവിടെ ജീവിക്കുന്നിടത്തോളം, വേറൊരു സഭയിൽ നിങ്ങൾ പോകാത്തിടത്തോളം, അതും പറഞ്ഞ് ഇങ്ങനെ തരാൻ അവർ മനസ്സുണ്ടായെങ്കില്ലെങ്കിൽ അവരത് പറയത്തുമില്ല. രക്ഷപ്പെടാൻ ഒരു മാർഗം പറയാം, രക്ഷപ്പെടാൻ കൂടപ്പുറപ്പെ ഒരു മാർഗം പറയാം. പുതപ്പ് പോലെ ശാപം ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിന്റെ മേൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ വന്ന് കിടക്കുന്ന ഒരു അനുഭവം ആരോടും പറയണ്ട. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യം വരുത്തുന്ന ഏതെങ്കിലും മേഖലയുണ്ടെങ്കിൽ തമ്പുരാന്റെ കാല് പിടിക്കാൻ തുടങ്ങുക. തമ്പുരാന്റെ കാല് പിടിച്ചല്ലാതെ വേറെ പരിഹാരമില്ല. ശരീരത്തിൽ വെള്ളം പോലെ ഇത് കടന്നുകൂടി, അസ്ഥികളിൽ ഇത് എണ്ണ പോലെ, എണ്ണ പോലെ. അടുത്ത വാക്യം വേണ്ടി ആദാവിനെ പുതയ്ക്കുന്ന വസ്ത്രം പോലെയും, പുതയ്ക്കുന്ന വസ്ത്രം പോലെ ശാപം നിത്യം അരയ്ക്ക് കിട്ടുന്ന കച്ച പോലെ. നിത്യം അരയ്ക്ക് കിട്ടുന്ന കച്ച പോലെ. വേറെ ആരെയും നോക്കണ്ട, വേറെ ആരെയും നോക്കണ്ട. ഞാനീ പറഞ്ഞ വിഷയം നിങ്ങളുടെ അനുഭവമാണെങ്കിൽ, നിങ്ങളുടെ അനുഭവമാണെങ്കിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ശാപമെല്ലാം യേശുവിന്റെ രക്തത്താൽ കഴിയും. യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെടുന്ന, രക്ഷിക്കപ്പെടുന്ന ശേഷം, യേശുവിനെ അറിഞ്ഞതിന് ശേഷം, യേശുവിനെ അറിഞ്ഞതിന് ശേഷം, യേശുവിനെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചതിന് ശേഷം അത് ശാപമാണ്, അത് ദോഷമാണ്. അത് നമ്മുടെ ശരീരത്തെ ബാധിക്കും, നമ്മുടെ മജ്ജയെ ബാധിക്കും, മാംസത്തെ ബാധിക്കും, ബ്രെയിനെ ബാധിക്കും, ഞരമ്പുകളെ ബാധിക്കും. അതിലെല്ലാം ഉപരിയായി അസ്ഥികളെ ബാധിക്കും. നമുക്കൊന്ന് പുറത്തു വന്നുകൂടെ? ഇതിനകത്തും നമുക്കൊന്ന് വെളി വന്നുകൂടെ? ഇതിനകത്തും നമുക്കൊന്ന് വെളിച്ചാടിക്കൂടെ? നാളെ ഇത് പറയാൻ, ഇതേക്കുറിച്ചൊന്ന് സംസാരിക്കാൻ, അത് കേൾക്കാൻ ഒരു അവസരം നമുക്കുണ്ടായില്ലെങ്കിലോ? ഇത് ഇന്നതാണ് കാരണമെന്നൊരു തിരിച്ചറിവ് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നുകൊണ്ട് അതിനകത്തുനിന്ന് പുറത്തെടുക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് ജീവിതം ആഗ്രഹിക്കുക.
കരിയിലയുടെ ശബ്ദത്തിലും ഞങ്ങൾ പറയാം, കരിയിലയുടെ ശബ്ദത്തിൽ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ കാരണമില്ലാത്ത വിഷയങ്ങൾക്ക് പെട്ടെന്ന് പേടിക്കുന്നു. വിഷയങ്ങൾക്ക് ദൈവത്തോട് അടുത്തു ചെല്ലാൻ മതിയാവും. അടുത്തു ചെല്ലണം. പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാണ്, പെട്ടെന്ന് എന്നത് കണ്ടു, പതറിപ്പോകുന്ന അനുഭവം. ജയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്നു. നാം ജയിച്ചേ മതിയാകും. സാത്താന് ആഴങ്ങളുണ്ട്. അവന്റെ ആഴങ്ങൾ പുറം ലോകത്ത് കാണുന്ന കല്ലുകളെ തട്ടി ആരും വീഴത്തില്ല. ഒളിഞ്ഞു കിടക്കുന്ന ചെറിയ ചെറിയ കല്ല്, അത് എന്നേക്കുമായ മൂക്കുകുത്ത് തക്കവണ്ണമുള്ള കല്ലുകളാണ്. എന്നേക്കുമായി തകർന്നു പോകത്തക്കവണ്ണമുള്ള കല്ലുകളാണ്. രക്ഷപ്പെടാൻ ആ പുതപ്പ് കുടഞ്ഞു കളയാൻ അകത്തേക്ക് യേശുവിന്റെ രക്തം നമ്മുടെ മാംസത്തിന്റെ മേലും അസ്ഥികളുടെ മേലും യേശുവിന്റെ രക്തം പകരപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്തേ മതിയാവും. ഞാനൊരു കാര്യം പറയട്ടെ, ഈ വീഴ്ത്തപ്പെട്ടത് ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പെട്ടെന്ന് മാറത്തില്ല. കാരണം ഞാൻ പ്രിയപ്പെട്ടത് അനുവദിച്ചതാണ്. എന്റെ ഹൃദയം ഞാൻ തുറന്നു കഴിയുകയാണ്. എനിക്കറിയാമെന്ന സത്യം പറയുക. പരിശുദ്ധാത്മാവിൽ ഈ വചനത്തിൽ നിന്ന് ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയ യാതൊരു തുറന്നു പറയുക. പെട്ടെന്നൊരു ശാസനയിൽ ഇത് പോകത്തില്ല. പെട്ടെന്നൊരു ഉപവാസ പ്രാർത്ഥനയിൽ ഇത് പോകത്തില്ല. പെട്ടെന്നൊരു നിലവിളിയിൽ ഇത് പോകത്തില്ല. അല്പസ്വല്പമായി ദൈവത്തോട് നാം അടുത്തു ചെല്ലുന്നതിനനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ തല മുതൽ പാദം വരെ വ്യാപരിക്കുന്നതിനനുസരിച്ച് കാലക്രമേണ ഇതിന് പരിഹാരം സുഖം തന്നിരിക്കും. ഉടയാൻ മനസ്സുണ്ടോ? തകരാൻ മനസ്സുണ്ടോ? എനിക്ക് ഇതിനകത്തൊരു ജയം വേണമെന്ന് മനസ്സ് തുറന്ന് പറയാൻ, ഒന്ന് തകരാൻ മനസ്സുണ്ടെങ്കിൽ, ഒന്ന് നിലവിളിക്കാൻ മനസ്സുണ്ടെങ്കിൽ അതിനകത്ത് വിജയമുണ്ട്. കാര്യങ്ങൾ ഗ്രഹിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്നെല്ലാം സ്വതന്ത്രരാണ്. എന്നാൽ പാപങ്ങൾ ലംഘനമായി മാറി, അത് അകൃത്യമായി മാറി, പിന്നീട് അധർമ്മം, കാപട്യം, ഇതിനെല്ലാം വരികയാണ്. രക്ഷപ്പെടാനൊരു മാർഗം ഇതിനകത്ത് ഹോശയ പുസ്തകത്തിൽ ഇന്നലെ രാത്രി ഒരു വാക്യം വായിച്ചു. 5-ാം അധ്യായത്തിൽ 4-ാം വാക്യം വായിച്ചു. അവർ തങ്ങളുടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരേണ്ടതിന് അവരുടെ പ്രവൃത്തികൾ സമ്മതിക്കുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് സത്യമാണെന്ന് മനസ്സിലായി. പക്ഷേ ദൈവത്തിങ്കിലേക്ക് വരാൻ അത് സമ്മതിക്കുന്നില്ല. പ്രവൃത്തി സമ്മതിക്കുന്നില്ല. അടുത്ത ഭാഗം നോക്കി. പരസംഗമോഹം അവരുടെ ഉള്ളിലുണ്ട്. ഇത് വിട്ടുകളയാൻ
കഴിയാതെ വണ്ണം എന്ത് കിടക്കുക? പരസംഗമോഹം എന്ന് പറയുമ്പോൾ യഹോവയാം ദൈവത്തെ വിട്ട് അന്യദൈവങ്ങളെ സേവിച്ചതായ ആ ഒരു പരസംഗത്തെയാണ് ഇവിടെ ആമോസിൽ കൂടെ ദൈവം പറയുന്നതെങ്കിലും ഹോശയിൽ കൂടെ ദൈവം പറയുന്നതെങ്കിലും ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞാനും നിങ്ങളും ദൈവത്തിലേക്ക് വരേണ്ടതിന് ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുമ്പോൾ അത് വിട്ട് കളഞ്ഞിട്ട് വരാൻ നമുക്ക് മനസ്സുണ്ടെങ്കിലും പ്രവൃത്തി നമ്മെ അനുവദിക്കുന്നില്ല. അടുത്തതാണ് അതിന്റെ ശരിയായ കാരണം. അത് അതിനു മുമ്പുള്ള വാക്ക് പരസംഗം പരസംഗമോഹം. പല വിഷയങ്ങളും ശാപമായി തീരാൻ കാരണമായി തീർന്നത് വിട്ടു യേശുവിനോട് ചേരാൻ മനസ്സുണ്ട്, പക്ഷെ പ്രവൃത്തി സമ്മതിച്ചില്ല. പ്രവൃത്തി സമ്മതിക്കാതെ പോയതിന്റെ കാരണം എന്താണെന്നറിയാമോ? പരസംഗമോഹമകത്ത് കിടന്നത് കൊണ്ടാണ്. മനസ്സിലായോ? പരസംഗമോഹം ഇതകത്ത് കിടക്കുന്നിടത്തോളം അതിനെക്കുറിച്ചൊരു വല്ലാത്ത ആകർഷണം, പുറത്തു വരാൻ കഴിയാത്ത നിലവാരത്തിൽ അതിനോടൊരു പ്രത്യേക ആകർഷണം. ഞാൻ ഇവിടെ സംസാരിക്കുന്ന വിഷയം ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം മാത്രമല്ല, ജീവിതത്തിന്റെ ദൈവത്തോട് അടുക്കാൻ കഴിയാതെ നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ആ ഒരു പ്രശ്നത്തെ ഞാൻ സംസാരിക്കുന്നത്. അത് വിട്ട് പുറത്തു വരാൻ കഴിയാതെ വണ്ണം പ്രവൃത്തി നിൽക്കുന്നു. ആ പ്രവൃത്തി ജീവിതത്തിൽ വരാൻ കാരണം പരസംഗമോഹം. ഇത് കാരണം കൊണ്ട് മനുഷ്യൻ ദൈവത്തെ മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം തമ്പുരാന്റെ കാൽ പിടിക്കുക. യേശു സ്നേഹവാനല്ലേ? യേശു കരുണവാനല്ലേ? യേശുവിനെ പോലെ സ്നേഹമുള്ളവന്മാരെ ആരാണ്? വചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, ഇവയാൽ നിങ്ങളുടെ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു. ശരിയല്ലേ? വായിച്ചിട്ടില്ലേ? ഇവയാൽ നമ്മുടെ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു. അപ്പം നന്മ മുടങ്ങി പോകുന്നതിന് പിന്നിലൊരു കാരണമാണ്. സ്തോത്രം. ഇവയാൽ നിങ്ങളുടെ ബന്ധനങ്ങളെ നിങ്ങൾ വീണ്ടും മുറുക്കുന്നു. ഗൗരവമുള്ള വിഷയം. ഓൾറെഡി ബന്ധനം കിടപ്പുണ്ടെങ്കിൽ ആ ബന്ധനത്തെ നമ്മുടെ പ്രവൃത്തിയാൽ വീണ്ടും മുറുക്കുകയാണ്. പുറത്തു വരാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. തുറന്നു പറയട്ടെ, ദൈവവചനം സംസാരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടാതെ പോകുന്നത് ഒരു വലിയ പ്രശ്നമാണ്. തിടുക്കപ്പെട്ട് ചെയ്യുന്നത് ഒരു പ്രശ്നമാണ്. തിടുക്കപ്പെട്ടുള്ള സംസാരം ഒരു പ്രശ്നമാണ്. വല്ലാത്ത ഭീതി നമ്മളെ അലട്ടുന്നത് ഒരു പ്രശ്നമാണ്. യേശുവിന്റെ പരിഹാരിയാണ്. അതിന്റെ കടഭാരം മാറിയാലും എന്റെ രോഗം മാറിയാലും ഇല്ലെങ്കിലും അവനെ നിത്യത്തിൽ കൊണ്ടുപോകും. ഞാൻ അവന്റെ പൈതല. ഭൂമിയിൽ എന്നെ ആർക്കും തകർക്കാൻ കഴിയത്തില്ല. എന്റെ കർത്താവിനോട് കൂടെ ഉണ്ട്. ഇതിനപ്പുറമായുള്ള ഏത് ചിന്തയും നമ്മൾ ജയിച്ചോണം.
കൊരിന്ത്യർ ലേഖനത്തിൽ 3-4-5 വാക്യം. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. കോട്ടകളെ ഇടിപ്പാൻ. എന്താ കോട്ട? പിശാച് മനുഷ്യന്റെ മനസ്സിനെ ചുറ്റും കോട്ട കെട്ടി വെച്ചിട്ടുണ്ട്. കോട്ട. ഇതിനപ്പുറം അവർക്ക് കാണാൻ കഴിയത്തില്ല. മനുഷ്യന്റെ ബുദ്ധിക്ക് ചുറ്റും പിശാച് കോട്ട കെട്ടി കഴിഞ്ഞാൽ അവർ ഒത്തിരി നാരോ മൈൻഡഡ് ആയിരിക്കും. ഒരുപാട് ഇടുങ്ങിയ മനസ്സായിരിക്കും, ഇടുങ്ങിയ ചിന്തയായിരിക്കും. കാരണം ആ കോട്ടയ്ക്ക് വെളിയിൽ ആ വ്യക്തി കാണത്തില്ല. എന്നാൽ ഈ കോട്ടയെ ഇടിപ്പാൻ കഴിയുന്ന ഒരായുധം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു. ഇതിലൂടെ പറഞ്ഞ പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ ഏതായിരുന്നു? കോട്ട. ഈ കോട്ട എവിടെ കിട്ടുന്നേ? നമ്മൾ ബുദ്ധിമണ്ഡലത്തിൽ കിട്ടും. അത് കഴിഞ്ഞ് എങ്ങനെയാ? സങ്കല്പങ്ങൾ. അങ്ങനെയല്ലേ ഇവിടെ വായിക്കുന്നത്? അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളും ഇടിച്ചു കളഞ്ഞു. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞ യാഥാർത്ഥ്യമാണോ? സങ്കല്പം യാഥാർത്ഥ്യമാണോ? അല്ല. സങ്കല്പം യാഥാർത്ഥ്യമല്ല. പക്ഷെ ഈ സങ്കല്പത്തെ പിശാച് വലിയൊരു ആയുധമാക്കി വെച്ചിരിക്കുക. സങ്കല്പം പിശാചിന്റെ ഏറ്റവും വലിയൊരു ആയുധമാണ്. മൂന്നാമത്, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയണം. സ്തോത്രം. നടക്കും. വിശ്വസിക്കാമോ? നടക്കും. വെള്ളം പോലെ ശരീരത്തിൽ കൂടിയ പുതപ്പ് പോലെ എന്റെ മേൽ വീണുപോയ, കുടുംബത്തിന്റെ മേൽ വീണുപോയ, തലമുറകളുടെ മേൽ വീണുപോയ, ബുദ്ധിമണ്ഡലത്തിൽ വീണുപോയ, സാമ്പത്തികമായ നന്മയുടെ മേൽ വീണുപോയ, ജോലി സംബന്ധമായ വിഷയങ്ങളുടെ മേൽ വീണുപോയ, കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയാതെ വണ്ണം വീണുപോയ, പെട്ടെന്ന് ചെറിയ വിഷയത്തിന് കണ്ടാൽ ഉടൻ പേടിച്ചു പോകുന്ന വിഷയത്തിന്റെ മേൽ കരിയില അനങ്ങുന്ന, ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, കരിയില അനങ്ങുന്ന ശബ്ദത്തിന് മുമ്പിൽ ഞാൻ അവരെ വിറയ്ക്കുമടക്കും. ജയിക്കാൻ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കണം. കോട്ടകളെ ഇടിക്കണം. യേശുവിന്റെ നാമത്തിൽ തകർന്നേ മതിയാവും. സങ്കല്പങ്ങൾ ഇന്നതായി തീരുമോ, ഇന്നതായി തീരും, ഇങ്ങനെയായിത്തീരും, ഇങ്ങനെയായിപ്പോകും, ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പിശാച് കാലങ്ങളായി മനസ്സിൽ മന്ത്രിച്ച് അത് സങ്കല്പങ്ങൾ കോട്ട കെട്ടി വെച്ചിരിക്കുന്ന കോട്ടകളെ ദൈവ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു നിൽക്കുന്ന സകല ഉയർച്ചകളെയും ക്രിസ്തുവിന്റെ അനുസരണത്തിൻ കീഴിൽ പിടിച്ചടക്കുക. ഞങ്ങൾ പറയാം, നമ്മൾ കാണുക
വിശ്വാസത്തോടെ കാണുക. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് മുകളിൽ നിൽക്കുന്ന, ക്രിസ്തുവിന് വിരോധമായുള്ള, അവന്റെ പരിജ്ഞാനത്തിന് വിരോധ സകല സങ്കല്പങ്ങളെയും വിശ്വാസ കണ്ണുകളിൽ നാം കണ്ട് പിടിച്ചടക്കണം. അടക്കിയാൽ രക്ഷപ്പെട്ടു. അവരുടെ ഏറ്റവും വലിയ തന്ത്രം മനുഷ്യനെ ഞാൻ ഒന്നുമല്ല എന്നുള്ള ചിന്തയിലാക്കി കളയുക. ഞാൻ ഇനിയും ഗതി പിടിക്കത്തില്ലെന്നുള്ള ചിന്ത, എനിക്കാരുമാകാൻ കഴിയത്തില്ലെന്നുള്ള ചിന്ത, ഞാൻ ഒരിടത്തും ചെന്നുപെടാൻ കഴിയത്തില്ലെന്നുള്ള ചിന്ത പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു, എന്റെ മുമ്പിൽ ഉയരുന്ന മതിലുകളെ ഞാൻ ചാടിക്കടക്കും. വിശ്വസിക്കാൻ കഴിയും. ഇത് നടക്കണം. ഉള്ളിലൊരു ആഗ്രഹം വരണം, ഉള്ളിലൊരു നിലവിളി വരണം. ഈ നിലവിളി ദൈവസ്വരത്തിൽ ചെല്ലണം. കണ്ണുനീര് ദൈവപാദപീഠത്തിൽ വീഴണം. ജീവിതത്തിലൊരു ക്രമീകരണം വരണം. സകല സങ്കല്പങ്ങളും കോട്ട കെട്ടി വെച്ചിരിക്കുന്ന എല്ലാ സങ്കല്പങ്ങളെയും ഉടച്ച് തകർത്ത് കളയുവാൻ കഴിയുന്ന ആയുധം നമ്മുടെ അധരത്തിന് മേൽ ദൈവം വെച്ചിട്ടുണ്ട്. മനസ്സ് നമ്മൾ ഇടപെട്ടു പോകുന്നതായ വിഷയങ്ങളിൽ പുറത്തു പറയാൻ കഴിയാതെ ഉള്ളതായ വിഷയങ്ങളുണ്ട്. യേശുവിന്റെ നാമത്തിൽ അവന്റെ കാലം മുറുകെ പിടിച്ച് എല്ലാ കണ്ണുകളും അടച്ച് അവന്റെ രക്തം സകല പാപവും പോക്കുന്നത്. നമ്മുടെ ശാപത്തിന് വേണ്ടി അവൻ മരിച്ചു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാ. എന്നാൽ ഇന്ന് ഉച്ച കഴിഞ്ഞ സമയത്ത് അവൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യം തന്ന ഏതെങ്കിലും പ്രത്യേക മേഖലയുണ്ടെങ്കിൽ, കർത്താവേ, എന്റെ മേൽ കിടക്കുന്ന ഈ പുതപ്പ് മാറാനൊരു മാർഗം ഞാൻ നിന്നോട് അടുത്തേ മതിയാകും. എന്റെ പ്രവൃത്തികൾ, കർത്താവേ, നിന്നോട് അടുക്കുവാൻ കഴിയാതെ നിൽക്കുന്ന പ്രവൃത്തികൾക്ക് കാരണം കർത്താവേ, പരസംഗ മോഹം, വിട്ടുകളയാൻ കഴിയാത്ത ഏതോ ഒരു മോഹത്തിൽ ഞാൻ വലയപ്പെട്ടു പോയി. ഈ മോഹത്തിൽ നിന്ന് പുറത്തു വരാൻ നീ സഹായിക്കണമേ. അതൊരു സാമ്പത്തികമായ സമ്പത്തിനോടുള്ള മോഹമായേക്കാം, ജലപ്രകാരമായുള്ള ചില മോഹങ്ങളായേക്കാം, വിട്ടുവിടുക്കുവാൻ കഴിയാത്തതായ ചില ഈഗോ പ്രശ്നങ്ങളായേക്കാം. എന്ത് തന്നെയാണെങ്കിലും അത് പുറമോട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ അത് ദൈവത്തോട് അടുക്കാൻ കഴിയാതെ പോകും. അത് കാരണം ദൈവത്തെ അറിയേണ്ടവണ്ണം അറിയാൻ കഴിയാതെ പോകും. ഈ വർഷം കഴിയുന്നതിന് മുൻപ്, ഈ ദിവസങ്ങളിൽ തന്നെ, വിശേഷാൽ ഇന്ന് പകലിൽ കർത്താവിന്റെ വചനം കേട്ട പ്രിയപ്പെട്ടവരുടെ ഒരു കാര്യം പറയട്ടെ. ഭൂമിയിൽ ആരോടെങ്കിലും മരിക്കുന്നതിന് മുമ്പ് നാമോ വേറൊരു വ്യക്തിയോ ഹൃദയത്തിൽ കയ്പുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഭൂമിയിൽ ഇന്ന് കേരളത്തിലോ ഇന്ത്യയിൽ എവിടെയെങ്കിലുമോ രാജ്യങ്ങളിൽ എവിടെയെങ്കിലുമോ ജീവനോടെ ഉണ്ടെങ്കിൽ മരിക്കുന്നതിന് മുൻപ് എത്രയും വേഗം അവരോട് രമ്യതപ്പെട്ടുകൊണ്ട് നാളെ അവർക്കൊരവസരം ഉണ്ടായില്ലെങ്കിൽ, നാളെ നിങ്ങൾക്കൊരവസരം ഉണ്ടായില്ലെങ്കിൽ ദൈവത്തോട് പറയാം, കർത്താവേ, എനിക്ക് നിന്നോട് എല്ലാ കണ്ണുകളും ദിവസം എല്ലാ കണ്ണുകളും ദിവസം ആരെ വേദനിപ്പിക്കാനോ മുറിവേൽപ്പിക്കാനോ പരസ്യകോലമാക്കാനോ പാടില്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ അനുഭവിക്കുന്ന വ്യത എന്താണെന്ന്. നിങ്ങൾക്കറിയാം നിങ്ങൾ കടന്നു പോകുന്ന വേദന എന്താണെന്ന്. എന്നാൽ ഇതിന്റെ കാരണം എന്താണെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് ദൈവത്തോട് പറയാം, നിന്നോട് ക്ഷമിക്കണം. എല്ലാവരും ദൈവസ്ഥ ഒരു നിമിഷം എഴുന്നേക്കാം. എല്ലാവരും ഒരു നിമിഷം ദൈവസ്ഥ എഴുന്നേക്കാം.
പങ്കെടുത്തില്ല. പക്ഷെ പരമാർത്ഥമായി നിങ്ങൾ ദൈവത്തോട് പറ, എന്നെ ഇതിൽ നിന്ന് വിടുവിക്കണം കർത്താവേ, എന്നെ ഇതിൽ നിന്ന് വിടുവിക്കണം കർത്താവേ. എന്റെ നന്മ മുടക്കം വന്നു പോയത് ഞാൻ ദൈവത്തോട് മറുതലിച്ചത് കൊണ്ടാണെങ്കിൽ എന്നോട് നീ ക്ഷമിക്കണമേ, എന്നോട് നീ ക്ഷമിക്കണമേ. നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. ഞങ്ങൾ ശാപഗ്രസ്തരല്ല കർത്താവേ, ഞങ്ങൾ നിത്യ നിയമത്തിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ പരാജയം കൊണ്ട് ഞങ്ങൾ തന്നെ വരുത്തി വെച്ച ശാപദോഷങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിപ്പാൻ നിന്റെ രക്തം മതിയായതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളതിൽ അറിയാതെ പ്രിയം വെച്ചു പോയത് കൊണ്ട് കാലക്രമേണ ഞങ്ങളുടെ മേലിൽ വന്നു വീണ പുതപ്പിനെയും വെള്ളം പോലെ വന്ന ശാപത്തെയും അസ്ഥികളിൽ എണ്ണ പോലെ വ്യാപരിച്ചു പോയ ശാപത്തെയും നിന്റെ രക്തം കഴുകി തുടച്ചു മാറ്റുവാൻ, പൂർണ്ണമായി ഞങ്ങളെ വിശുദ്ധീകരിപ്പാൻ നിന്റെ രക്തം ഞങ്ങൾക്കായി ഉള്ളത് കൊണ്ട് സ്തോത്രം. നിന്റെ ജനത്തെ നിന്റെ രക്തം കൊണ്ട് അടിയനെയും ഒരിക്കൽ കൂടെ കഴുകിയാലും കർത്താവ് ഇവിടെ ഇരിക്കുന്ന ഓരോ നിന്റെ മക്കളെയും ഒരിക്കൽ കൂടെ വിശുദ്ധീകരിച്ചാലും, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിച്ചാലും, ഞങ്ങളുടെ എല്ലാ അവസ്ഥകളിലും നിന്റെ രക്തം വ്യാപരിക്കുന്നതിനാൽ സ്തോത്രം. കർത്താവ് ഈ ദിവസങ്ങളിൽ ഈ പറയപ്പെട്ട വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ എന്റെ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ ഒരു വലിയ ജയം അവർക്ക് കൊടുക്കണമേ, ജയം അവർക്ക് കൽപ്പിക്കണമേ. ദൈവം ജയം കൽപ്പിക്കുന്നതിനാണ് സ്തോത്രം. പ്രാർത്ഥന കേട്ടതായി നന്ദി. യേശുവിൻ നാമത്തിൽ